ഇതുപോലൊരു ഇൻസിഡൻറ്റ് ചേട്ടൻ, അതായത് പലപ്പോഴും നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത അതുപോലെ ഏതെങ്കിലും ഒരു ഓർമ്മയിലുണ്ടോ? അതായത് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഒരു ഒരു വേറൊരു സെൻസിൽ നമ്മളത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസോ എനിത്തിങ്, ലൈക്ക് ഇപ്പം പറഞ്ഞു ആ സമയത്ത് പാമ്പ് വന്നിട്ട് പോവുക, അതുപോലുള്ള വേറെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, അതായത് നമ്മുടെ ഇതിന് വിവരിക്കാൻ പറ്റാത്ത, സയൻസിന് വിവരിക്കാൻ പറ്റാത്ത. എല്ലാം സയൻസിന് വിവരിക്കാൻ പറ്റുമോ? സയൻസിന് വിവരിക്കാൻ പറ്റുന്ന എത്ര എല്ലാം സയൻസ് കൊണ്ടാണോ നമ്മുടെ നാട് പ്രപഞ്ചം നിന്ന് പോകുന്നത്? എല്ലാം കറക്റ്റാണോ? എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയെന്നറിയാം നമ്മുടെ നാട്ടിൽ. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ്. എല്ലാം സയൻസ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കരുതെന്നാണ്. പാമ്പിനെ പിടിക്കരുത്. പാമ്പ് നാച്ചുറൽ ഹാബിറ്റായിട്ട് ജീവിക്കണം, അവൻ്റെ സ്ഥലത്ത് ജീവിക്കണം. അവനെന്തിനാ പിടിക്കണം? അതാണ് സയൻസ്. എന്തിനാ പിടിക്കണം? അകത്ത് കയറുന്നതിനെ പുറത്തിറക്കി വിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് പോയി ജീവിക്കും. അപ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ എവിടെ പോയി ജീവിക്കും? അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ നമ്മൾ പിടിച്ച് സേഫായിട്ട് കാട്ടിക്കൊണ്ടുവിടുന്നു വെച്ചാൽ എന്ത് സേഫാണ് ഉള്ളത് ഒന്ന് പറയൂ. പാമ്പ് ജീവിക്കുന്നുണ്ടോ? ഈ കാട്ടിക്കൊണ്ടുവിടുന്ന പാമ്പുകളെല്ലാം ജീവിക്കുന്നെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവൻ്റെ ശത്രുക്കൾ അവിടെയില്ലേ? ഇത് വരാൻ പോകുന്ന മാരകമായ ആപത്തെന്താണ്? അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാൻ പോകുന്ന ദൂഷ്യം എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും പഠനമുണ്ടോ? ഇപ്പോൾ നമ്മൾ കാട്ടിക്കൊണ്ടുവിടും. ഞാൻ കാട്ടിക്കൊണ്ടിടുമ്പോൾ അന്നത്തെ പണ്ടത്തെ വനംവകുപ്പ് ഞങ്ങൾ നല്ല ജോളിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പാമ്പനിവിടെ നമ്മൾ നോക്കും അവിടെ എന്തൊക്കെ ബേഡ്സ് ഉണ്ട്. അവിടെ ഹമ്മിങ് ബേഡ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഹമ്മിങ് ബേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങാടിക്കുരുവിയുണ്ട്, അല്ലെങ്കിൽ ബുൾബുള്ളുണ്ട്, അല്ലെങ്കിൽ നീലക്കാക്കയുണ്ട്. ശരി, അപ്പോൾ ഇവിടെ വിട്ടാൽ ഇവർ അടുത്ത വർഷം, അപ്പോൾ നമ്മളൊരു പ്രാവശ്യം അവിടെ വിടും. അടുത്ത പ്രാവശ്യം നമ്മൾ അതുവഴി വിടാൻ പോകുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കുമ്പോൾ ഈ സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ കിളികൾ നശിക്കുമ്പോൾ നമ്മുടെ ശൽപ്പതങ്ങളുടെ വർധനവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടിക്കാടുകൾ നശിക്കും, നമ്മുടെ കാട്ടിലെ പച്ചിലകൾ നശിക്കും. അപ്പോൾ നമുക്ക് വരും തലമുറയ്ക്ക് ദോഷകരമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മാത്രമേ ചോദിക്കട്ടെ, പാമ്പിനെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിടുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. പാമ്പിന് ഷെൽട്ടർ ചെയ്യണം. പിടിക്കുന്ന പാമ്പുകൾ ഷെൽട്ടർ ചെയ്യണം. അത് 5 വയസ്സോളം പ്രായമുണ്ട്, അല്ലെങ്കിൽ 4 അടി നീളമുണ്ട്. എത്ര നമുക്ക് എന്താ പറയുക, ഇത്ര മില്ലി ലിറ്റർ വെനം അതിലുണ്ട്, അല്ലെങ്കിൽ 10 മില്ലി ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 15 മില്ലി. അപ്പോൾ ഇതിന് നമുക്ക് വെനം മിൽക്ക് ചെയ്യാം, മെഡിസിൻ എടുക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ റിസർച്ച് നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇവിടെ റിസർച്ച് ചെയ്യാൻ നമുക്കറിയാം. നമുക്കിപ്പോൾ ഏറ്റവും വലിയ റിസർച്ച് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ആർക്കെങ്കിലും അറിയാമോ അത്? പാമ്പ് കടിയേറ്റാൽ പ്രഗ്നൻസി കിറ്റ് പോലൊരു കിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തു, ഒരു സംഘടന. എവിടെയും എത്ര വാർത്ത വന്നു? എന്താ വെച്ചാൽ പാമ്പ് കടിയേറ്റ ആളിൻ്റെ കടിയേറ്റ പാടുന്ന മുറിയിൽ നിന്ന് ഒരു ഡോട്ട് ബ്ലഡ് ഉണ്ടെങ്കിൽ അടുത്തത് വിത്തിൻ സെക്കൻഡ്സിൽ ഏത് പാമ്പാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് തനി മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു. ഇപ്പോഴോ കോബ്ര കടിച്ചാൽ കോബ്രയുടെയും വൈപ്പറിൻ്റെയും ക്രൈറ്റിൻ്റെയും ഹംബിനോസിൻ്റെയും കൂടെ വെനമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഡെത്തിന് സാധ്യത കൂടുതലാണ്. നല്ലൊരു ഡോക്ടർ ഇല്ലെങ്കിലോ, മെയിൻ ഡോക്ടർമാരില്ലെങ്കിലോ, ഇപ്പം നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ കാർഡിയാക് അറസ്റ്റ് വരും. കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ അതിൻ്റെ അടുത്ത മരുന്ന് കൊടുക്കാൻ, അടുത്ത ഡോസ് കൊടുക്കാൻ പറ്റണ്ടേ? ഇതൊക്കെ നമ്മളായിട്ട് നടക്കുന്നുണ്ടോ? എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ശത്രുവാണ്, മരുന്ന് കമ്പനിക്കാർക്ക് ശത്രുവാണ്. ഇപ്പോൾ മരുന്ന് ലോബികൾക്കെതിരാണ് ഞാൻ. പിന്നെ വനം വകുപ്പിൻ്റെ ചില കൊള്ളരുതായ്കൾക്കെതിരാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 10,000 കിറ്റ് വാങ്ങിയെന്ന് പറയപ്പെടുന്നു. ഒരു കിറ്റിന് 3,000 രൂപ. വനം വകുപ്പിൻ്റെ കിറ്റ് എടുത്ത് പാമ്പ് കൊടുത്തക്കാർക്ക് കിറ്റ് കൊടുക്കണ്ട. ഇതിന് മുന്നേ ആൾക്കാർ പാമ്പിനെ പിടിച്ചിട്ടില്ലേ? ചാക്കിൽ കൊണ്ടുവന്നിട്ടില്ലേ? കുപ്പിയിൽ കൊണ്ടുവന്നിട്ടില്ലേ? ഇതിനെക്കൊണ്ട് കാട്ടിവിടുന്നത്. ചേട്ടനെതിരെ വന്ന് ലൈസൻസ് ഇല്ല, മറ്റേ പ്രോപ്പർ ആയിട്ടുള്ള ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒറ്റ ചോദ്യം, അത് നമ്മൾ പ്രേക്ഷകർ അറിയേണ്ടതാണ്. എന്തെന്നറിയാം? ലൈസൻസ് ഉള്ളവർക്ക് 138 പേർക്ക് വടി കിട്ടി. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരമുള്ള സാധനത്തിന് കേരള സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് നിയമസഭ കൂടാതെ പാസ്സാക്കാതെ ലൈസൻസ് കൊടുക്കാൻ പറ്റുന്നത്? ലൈസൻസ് എന്നുള്ള സാധനം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെവിടെയെങ്കിലും? ഒരാളിന് ഇതെല്ലാം തട്ടിപ്പാണെന്നേ, ഇതെല്ലാം തട്ടിപ്പാണ്. ഇത് ഒരു ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ലൈസൻസ് എന്ന് പറഞ്ഞ സാധനത്തിൽ എന്താണെങ്കിലും എഴുതിയിരുന്ന ഒരു കൊട്ടേഷൻ 6 മാസത്തേക്ക് 1 വർഷത്തേക്കുള്ള കൊട്ടേഷനാണത്. അവനെങ്ങനെ ലൈസൻസ് ആവുന്നത്? ഇതെല്ലാം ചുമ്മയാണെന്നേ, ഇതെല്ലാം ഇതെല്ലാം തട്ടിപ്പാണ്. അതൊക്കെ പോട്ടെ, നമ്മളെ വിഷയത്തിൽ നമ്മൾ വിട്ടു പോകുന്നു. അപ്പോൾ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ കടി പറഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചുണ്ട്. എൻ്റെ രോമം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ എന്തോ പോലെയായിരുന്നു. എനിക്ക് കടി കിട്ടി. എൻ്റെ അനിയത്തിക്ക് എനിക്ക് രാവിലെ 9:30 കടി കിട്ടുന്നു. ഞാനൊന്ന് മേശരിയാണ്. 9:30 കടിയിട്ട് ഞാൻ ഈ പാമ്പിനെയും കൊണ്ട് എൻ്റെ അനിയത്തിയെ കാണിക്കാൻ പോകുന്നു. അന്ന് വീട്ടിൽ കൊണ്ട് നടന്നാണ് പോകുന്നത്. 500-600 മീറ്റർ നടന്ന് വീട്ടിൽ കൊണ്ട് കാണിച്ച് എന്നെ കടിച്ചിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ബോട്ടിലിട്ട് അടയ്ക്കുന്നു. ആ 9:30 മുതൽ ഞാൻ 2 മണി വരെ മേശരി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
2 മണി 2 മണിയായപ്പോൾ ഒരു 3 പേര് ലാംബർട്ട് ഹോസ്പിറ്റലിനെ കാണാൻ വരുന്നു. ഞങ്ങൾ തിരുവള്ളൂർ സടിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ലേറ്റായി. അപ്പോൾ മുരുകേശൻ ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ കൈ ഇവിടെ കെട്ടഴിച്ചപ്പോൾ ഞാൻ ബോധം കെട്ടു. അപ്പോൾ പറഞ്ഞു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മരിച്ചു. ഒരു ശ്രീകൃഷ്ണ ജയന്തിയിലാണെന്നാണ് ഞാൻ മരിച്ചു. അപ്പോൾ എന്നെ വീട്ടിൽ റീത്ത് തൊട്ടൊക്കെ ആൾക്കാർ വരികയാണ്. മരിച്ചു എന്ന് റൂമർ പോയി കഴിഞ്ഞു. ആൾ വന്ന സമയത്താണ് ഈ രാത്രിയിൽ അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു എൻ്റെ ആത്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് പോയി. ഞാനപ്പോൾ കീഴ്ട്ടിക വനദുർഗാദേവി ക്ഷേത്രത്തിൽ ഞാൻ വരികയാണ് അകത്തേക്ക്. രാത്രി എൻ്റെ ആത്മാവ് ഞാൻ അകത്തേക്ക് കയറാൻ പോകുന്നത് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ബാലിക, ഒരു കുഞ്ഞു കുട്ടി, എനിക്കൊന്നും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ മോള് എൻ്റെ അമ്മ ദേവി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു അന്ധവിശ്വാസം പറഞ്ഞു, എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെ ഓട്ടിക്കുന്നു. അങ്ങനെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് ആത്മാവിന് കയറാൻ പറ്റുന്നില്ല, അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ തിരിച്ചു പോകും, നിനക്ക് പോകാനുള്ള സമയം തിരിച്ചു പോകും. ഞാൻ തിരിച്ച് ഒരു 10 മിനിറ്റത്തും തിരിച്ച് വിഷമിച്ച് തിരിച്ചു പോകണം. എനിക്ക് എൻ്റെ അമ്മയും എനിക്ക് ശരണമില്ല, അവിടെ എനിക്ക് ശരണമില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയും. നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ഡോക്ടർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഡെത്തായെന്ന് പറഞ്ഞ കേസാണ്. തിരിച്ചു വന്നു. ഞാനത് ആ കുട്ടി അവിടുത്തെ അമ്മയാണ് ചോദിച്ചു. പിന്നെ വേറൊരു കേസിൽ എൻ്റെ അപകടങ്ങളെല്ലാം എന്നെ കാണിക്കുന്നത് ഒരു കുട്ടിയാണ്. കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ എന്താ പറയുക, ഞാനിത് പ്രാർത്ഥിക്കുന്ന അമ്മയാണോ അല്ലെങ്കിൽ എൻ്റെ നാഗങ്ങളാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വരുന്ന എല്ലാ അപകടങ്ങളും ഞാൻ നേരത്തെ സ്വപ്നം കാണും. എല്ലാം. ഇപ്പം മെനിങ്ങാന്ന് വണ്ടി ഇടിച്ചത് ഉൾപ്പെടെ, അടൂർ വെച്ച് പത്തനംതിട്ട നിലമേൽ വെച്ച് വണ്ടി ഇടിച്ചത് ഉൾപ്പെടെ, പോത്തൻകുടിച്ച് വണ്ടി ഇടിച്ചത് ഉൾപ്പെടെ എല്ലാം ഞാൻ നേരത്തെ കണ്ട്. എൻ്റെ അനിയത്തി പറയും എൻ്റെ സൂക്ഷിക്കണമെന്ന് പറയും. ഞങ്ങൾ അത്ര കൂട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വയ്യാതായപ്പോൾ അവളുടെ മാനസികാവസ്ഥ എനിക്ക് കാണാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. അപ്പോൾ സൂക്ഷിക്കണമെന്ന് പറയും. എൻ്റെ മെനിങ്ങാന്ന് പറഞ്ഞതിൻ്റെതാണ് ഈ വണ്ടി ഇടിക്കുന്നത്. ഞാനും കണ്ടു, അവളും എൻ്റെ അടുത്ത് പറഞ്ഞു സൂക്ഷിക്കണം, നീ യാത്രയൊക്കെ സൂക്ഷിക്കണം, പാമ്പിനെ പിടിക്കണം, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ വണ്ടി ഇടിച്ചു. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, ഒരു പ്രകൃതിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നൊരു സംഭവം. നമ്മൾ ഈ മൈക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടി വരുന്ന എല്ലാം, നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ചുണ്ടാവുന്ന എല്ലാ ഈ ഹോളിൽ കൂടി വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. പാമ്പിനെ ഇപ്പോൾ നാളെ പണ്ട് ഞാൻ രാജകുമാരെ പിടിക്കാൻ പോകുമ്പോൾ തലേദിവസം ഞാൻ പറയും എൻ്റെ കൂടെ പറഞ്ഞോട്, ചേട്ടൻ സാറ് റെഡിയായിരുന്നു, നമുക്ക് മരത്തിൻ്റെ മണ്ടയിൽ സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു എന്ന് 2-3 ദിവസത്തിനകത്ത് അതേ സെയിം മരത്തിൻ്റെ മണ്ടയിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൻ്റെ ഉത്തരത്തിൻ്റെ മണ്ടയിരിക്കുന്ന സ്വപ്നം കണ്ടു, അതെനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. കിണറ്റിൽ കിടക്കുന്ന സ്വപ്നം കണ്ടു, ഗണ്ടി നണ്ടിക്ക് പിടിക്കാൻ പറ്റി തമ്മിൽ. അപ്പോൾ ഇതെല്ലാം നേരത്തെ കാണാൻ പറ്റും. ഇതൊരിക്കലും ഒരു അന്ധവിശ്വാസമല്ല. ഇത് ഭൂമിയിൽ ഒരുപാട് നിങ്ങൾക്കും കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള, ഞാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള, ഞാൻ എന്തുവന്നാലും ശ്രദ്ധിക്കാം. എൻ്റെ അനുഭവം ഇത്രയും കിടക്കുമ്പോൾ ഞാൻ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുണ്ട്, റിസർച്ച് ചെയ്യണം. അടുത്ത തലമുറ നമ്മുടെ നാട്ടിൽ നിൽക്കണം. നമ്മുടെ നാട്ടിൽ നിന്നാൽ 2036 2040 കേരളത്തിലല്ല ഇന്ത്യയിൽ ഒരൊറ്റ പാമ്പ് കടി മരണം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളെ കുട്ടികളെല്ലാം അന്യനാട്ടിൽ കൊണ്ട് തല കൊടുക്കുന്നു, ബുദ്ധിയെല്ലാം അന്യരാജ്യങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ റിസർച്ചിന് ആളില്ല. നമ്മുടെ പാണ്ഡ്യവനത്തെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങളുടെ എപ്പിസോഡ് ഉണ്ടോ? ഞാൻ കൊറോണ സമയത്ത് പറഞ്ഞു, കൊറോണയുടെ പ്രതിരോധ മരുന്ന്, ഏറ്റവും നല്ല മരുന്ന് നമ്മുടെ പാമ്പിൻ്റെ വനത്തിലുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ചെവിക്കൊണ്ടോ? ഇപ്പോൾ ആണുങ്ങൾ കണ്ടുപിടിച്ചു കൊറോണയുടെ പ്രതിരോധ മരുന്ന് പാമ്പിൻ്റെ സ്നേക്ക് വനത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ അവസ്ഥ. വിദ്യാഭ്യാസം ഉള്ളവൻ ചെയ്ത് കൂട്ടുന്ന അത്രയും വൃത്തികേടുകളുമാണ്. നമ്മൾ അതേന്നും പറഞ്ഞ് മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും, ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുവെക്കണം അടുത്ത തലമുറയ്ക്ക് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതം കൊണ്ട്. അത് ഞാൻ കണ്ടുവച്ചിട്ട് ഞാൻ പോവുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും കണ്ടുവച്ചിട്ട് മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര, ആർക്കും ഞാൻ ജീവിച്ചിരുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഭാരമില്ല, അടുത്ത തലമുറയ്ക്കൊരു ഭാരം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നത്. അത് ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതം, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ ഇതുകൊണ്ട് ശരീരം കൊണ്ട് പഠിച്ചു വെച്ചിട്ട് ഞാൻ പോകും. അത് ഉറപ്പ്. അതുകൊണ്ടാണ് ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിലുണ്ടെന്ന് ഞാനാണ് ആദ്യം പറഞ്ഞത്. അന്വേഷണം ഡോക്ടർമാർ പറഞ്ഞത് പ്രതിരോധം ഉണ്ടെന്ന് പറഞ്ഞു.